ഹലോ ഫ്രണ്ട്സ്, PSC കോഡ്സ് ആൻഡ് ട്രിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പിന്നെ നമ്മൾ നോക്കാൻ പോകുന്നത് ഇംഗ്ലീഷിൻ്റെ കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസുമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ ഓരോ പോയിൻറ്റും എഴുതിയെടുത്ത് തന്നെ പഠിക്കാൻ ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ഓരോ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ആദ്യത്തെ ചോദ്യം, ശ്യാം, ഡിഡ് യു വാച്ച് ദ ടോക്ക് ഷോ യെസ്റ്റർഡേ? ശ്യാം ആസ്ക്ഡ്. അപ്പോൾ ഇത് അറിയാമല്ലോ അല്ലേ നിങ്ങൾക്ക്, റിപ്പോർട്ടഡ് സ്പീച്ചാണ്. റിപ്പോർട്ടഡ് സ്പീച്ചിൽ നിന്നുള്ള ക്വസ്റ്റ്യനാണ്. അപ്പോൾ എങ്ങനെ റിപ്പോർട്ട് ചെയ്യാം ഇതിനെ? ഡിഡ് യു വാച്ച് ദ ടോക്ക് ഷോ യെസ്റ്റർഡേ, ഇതിനെങ്ങനെ റിപ്പോർട്ട് ചെയ്യാം? നമുക്ക് ആദ്യം ഇതൊരു ഓപ്ഷൻ എലിമിനേഷൻ മെത്തേഡിലൂടെ ആൻസറിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്കറിയാം ഈ ക്വസ്റ്റ്യനിൽ ഈ റിപ്പോർട്ട് ചെയ്യാനുള്ള ആ സെൻറ്റൻസിൽ എന്താ തന്നിരിക്കുന്നത്? യെസ്റ്റർഡേ എന്നുള്ളൊരു വാക്കുണ്ട് അല്ലേ. ഈ യെസ്റ്റർഡേ റിപ്പോർട്ട് ചെയ്യുമ്പം, അതായത് ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റുമ്പം എങ്ങനെ വരും? ദ പ്രീവിയസ് ഡേ എന്ന് പറയണം. അങ്ങനെ ദ പ്രീവിയസ് ഡേ എന്ന് ഓപ്ഷനിൽ തന്നിട്ടുള്ള ഏതൊക്കെയാണ്? ഓപ്ഷൻ ബിയും സിയും ആണ്. അപ്പോൾ തന്നെ നമുക്ക് ഓപ്ഷൻ എ ക്യാൻസൽ ചെയ്യാം, ഓപ്ഷൻ ഡി ക്യാൻസൽ ചെയ്യാം. ഓക്കെ, പിന്നീട് ഓപ്ഷൻ ബി ആണോ സി ആണോ നോക്കുക. എന്താണ് വ്യത്യാസം? ഇഫ് ഹി, ബിയിൽ ഓപ്ഷൻ ബിയിൽ ഇഫ് ഹി ഹാസ് വാച്ച്ഡ് എന്നാണ്, ഓപ്ഷൻ സിയിൽ ഇഫ് ഹി ഹാഡ് വാച്ച്ഡ് എന്നാണ് അല്ലേ. അപ്പോൾ നമുക്ക് എന്തായാലും തന്നിരിക്കുന്ന സെൻറ്റൻസ് നോക്കിയേ, ഡിഡ് യു വാച്ച് ദ ടോക്ക് ഷോ യെസ്റ്റർഡേ. അപ്പോൾ ഡിഡ് പ്ലസ് വാച്ച്, ഡിഡ് യു വാച്ച് എന്നാണ് പറഞ്ഞത്. ഡിഡ് പ്ലസ് വാച്ച് ചെയ്യുമ്പം വാച്ച്ഡ് എന്നാണ് വരുന്നത്. അതെന്താണ്? പാസ്റ്റാണ്. അപ്പോൾ സിമ്പിൾ പാസ്റ്റാണ്. അപ്പോൾ സിമ്പിൾ പാസ്റ്റ് നമ്മൾ ഏത് റിപ്പോർട്ട് ചെയ്യുമ്പം ഏത് ടെൻസിലേക്കാണ് മാറ്റേണ്ടത്? പാസ്റ്റ് പെർഫെക്റ്റ് ആണല്ലേ. പാസ്റ്റ് പെർഫെക്റ്റ്, അതായത് ഹാഡ് പ്ലസ് V3 വരണം. അങ്ങനെയുള്ള ഏതാണ്? ഓപ്ഷൻ സിയിലല്ലേ ഹാഡ് പ്ലസ് V3 ഉള്ളത്. അപ്പോൾ ഓപ്ഷൻ സി ആണ് ആൻസർ. ഇങ്ങനെ ഓപ്ഷൻ എലിമിനേഷൻ മെത്തേഡിലൂടെ ആൻസറിലേക്ക് കിടക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഈ റിപ്പോർട്ടഡ് സ്പീച്ച്, അതുപോലെ തന്നെ ആക്റ്റീവ് വോയിസ്, പാസീവ് വോയിസ്, അതുപോലെ ക്വസ്റ്റ്യൻ ടാഗ്, ഇതൊക്കെ വരുമ്പോൾ നമ്മൾ ഈ ഓപ്ഷൻ എലിമിനേഷൻ മെത്തേഡിലൂടെ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി എളുപ്പം കേട്ടോ. ഇവിടെ നമുക്ക് മനസ്സിലായി, ക്വസ്റ്റ്യൻ വായിച്ചപ്പോൾ നമുക്ക് മനസ്സിലായി തന്നിരിക്കുന്ന സെൻറ്റൻസിൽ യെസ്റ്റർഡേ എന്നുള്ളൊരു വാക്കുണ്ട്. അപ്പോൾ യെസ്റ്റർഡേ റിപ്പോർട്ട് ചെയ്യുമ്പോൾ എങ്ങനെ പറയണം? ദ പ്രീവിയസ് ഡേ എന്ന് പറയണം. അങ്ങനെ ഓപ്ഷൻ ബിയും സിയും മാത്രമേ ദ പ്രീവിയസ് ഡേ എന്നുള്ളൂ. പിന്നീട് സെൻറ്റൻസ് നോക്കുക. സെൻറ്റൻസ് സിമ്പിൾ പാസ്റ്റ് ആണല്ലേ. ഡിഡ് പ്ലസ് വാച്ച്ഡ് എന്നാണ് വരുന്നത്. അപ്പം സിമ്പിൾ പാസ്റ്റ് ആണ്. സിമ്പിൾ പാസ്റ്റിനെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഏത് ടെൻസിലേക്കാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത്? പാസ്റ്റ് പെർഫെക്റ്റ്. സിമ്പിൾ പാസ്റ്റിനെ പാസ്റ്റ് പെർഫെക്റ്റാണ് കൺവേർട്ട് ചെയ്യേണ്ടത്. അപ്പം പാസ്റ്റ് പെർഫെക്റ്റ് എന്ന് പറയുമ്പോൾ ഹാഡ് പ്ലസ് V3 വരണം. അങ്ങനെയുള്ളത് ഓപ്ഷൻ സി മാത്രമേ ഉള്ളൂ. അപ്പോൾ ഓപ്ഷൻ സി ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എ ഡാഷ് ഓഫ് വെയിൽസ് ക്യാൻ ബി സീൻ ഫാർ ഔട്ട് ഓഫ് ദ സി. അപ്പോൾ ഇവിടെ കളക്റ്റീവ് നൗണാണ് ചോദിച്ചിരിക്കുന്നത്. എ ഡാഷ് ഓഫ് വെയിൽസ്, വെയിൽസിൻ്റെ കളക്റ്റീവ് നൗൺ ഏതാണ്? ഓപ്ഷൻ എ ആണ് കേട്ടോ, പോഡ്. അപ്പോൾ ഓപ്ഷൻ എയും നമ്മൾ യൂസ് ചെയ്യും, അതുപോലെ ഓപ്ഷൻ സിയും യൂസ് ചെയ്യും കേട്ടോ. പോഡും യൂസ് ചെയ്യും, ഹെർഡും യൂസ് ചെയ്യും. അപ്പോൾ രണ്ടും കൂടെ തന്നു കഴിഞ്ഞാൽ പോഡേ എഴുതാവൂ കേട്ടോ. പോഡാണ് ഏറ്റവും കൂടുതൽ യോജിക്കുന്നത്. എ പോഡ് ഓഫ് വെയിൽസ് എന്ന് ആണ് ഏറ്റവും കൂടുതൽ. അപ്പം രണ്ടും കൂടെ ഓപ്ഷനിൽ തരത്തില്ല. ഇനി ഒരു പക്ഷേ രണ്ടും കൂടെ ഓപ്ഷനിൽ തന്നു കഴിഞ്ഞാൽ പോഡാണ് എഴുതേണ്ടത്. എ പോഡ് ഓഫ് വെയിൽസ് എന്നാണ് എഴുതേണ്ടത്. എ ഹെർഡ് ഓഫ് വെയിൽസ് എന്നും യൂസ് ചെയ്യാം, കുഴപ്പമില്ല. അപ്പോൾ രണ്ടും കൂടെ ഓപ്ഷനിൽ വന്നാൽ എ പോഡ് ഓഫ് വെയിൽസ് ആണ് എഴുതേണ്ടത്. അപ്പോൾ അത് നിങ്ങൾ ഓപ്ഷൻ ചെക്ക് ചെയ്ത് ആൻസർ എഴുതുക. ഓക്കെ, അതുപോലെ തന്നെ എ പോഡ് ഓഫ് വെയിൽസ് ആണ് കേട്ടോ, എ പോഡ് ഓഫ് വെയിൽസ്. അതുപോലെ തന്നെ നമ്മൾ പാക്ക് എന്തിൻ്റെ കളക്റ്റീവ് നൗണാണ്? ഈ വൂൾസ്, ഡോഗ്സ്, ഇതിൻ്റെയൊക്കെ കളക്റ്റീവ് നൗണാണ് പാക്ക് എന്ന് പറയുന്നത്. പാക്ക് ഓഫ് ഡോഗ്സ്, പാക്ക് ഓഫ് വൂൾസ്. അതുപോലെ ഹെർഡ് ഇപ്പോൾ വെയിൽസിനെ യൂസ് ചെയ്യാമെന്ന് പറഞ്ഞു. അതുമാത്രമല്ല ഹെർഡ് ഓഫ് കാറ്റിൽ, ഹെർഡ് ഓഫ് ഡിയർ, ഹെർഡ് ഓഫ് എലിഫൻറ്റ് എന്നൊക്കെ നമ്മൾ പറയും കേട്ടോ. ആന, അതുപോലെ തന്നെ മാൻ, ഇതിൻ്റെയൊക്കെ കളക്റ്റീവ് നൗണും ഹെർഡ് തന്നെയാണ്. അതുപോലെ തന്നെ ട്രൈബ് ഓഫ് മങ്കീസിൻ്റെ കളക്റ്റീവ് നൗണ് ട്രൈബ് യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ മിക്കതിലും ഒന്നിൽ കൂടുതൽ കളക്റ്റീവ് നൗണൊക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. ഇപ്പോൾ തന്നെ നമ്മൾ ഹെർഡ് പറഞ്ഞല്ലോ, ഹെർഡ് ഹെർഡ് ഓഫ് കാറ്റ് എന്ന് പറയാറുണ്ട്, ഹെർഡ് ഓഫ് ഡിയർ എന്ന് പറയാറുണ്ട്, അതുപോലെ തന്നെ ഹെർഡ് ഓഫ് എലിഫൻറ്റ് എന്നൊക്കെ പറയാറുണ്ട്, ഹെർഡ് ഓഫ് വെയിൽസ് എന്ന് പറയാറുണ്ട്. അപ്പം ഒരു കളക്റ്റീവ് നൗൺ തന്നെ പല ആനിമൽസിനും യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. അതുകൂടി ഒന്ന് ശ്രദ്ധിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, ദ ആൻറ്റോണിം ഓഫ് ഒബ്സ്റ്റിനേറ്റ്. ഒബ്സ്റ്റിനേറ്റിൻ്റെ ആൻറ്റോണിം. ഒബ്സ്റ്റിനേറ്റിൻ്റെ അർത്ഥം എന്താണ്? നിർബന്ധ ബുദ്ധിയായ അല്ലെങ്കിൽ ദുർവാശിയുള്ള, അങ്ങനെയൊക്കെയാണ് അതിൻ്റെ മീനിങ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ആൻറ്റോണിമാണ് ചോദിച്ചിരിക്കുന്നത്. ആൻറ്റോണിം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് മീനിങ് വരുന്നത് ഏതാണ്?
സബ്മിസീവ് ആണ് കേട്ടോ. ഓപ്ഷൻ ഡി ആണ് ആൻസർ, സബ്മിസീവ്. സബ്മിസീവിൻ്റെ അർത്ഥം വഴങ്ങുന്നത് അല്ലെങ്കിൽ അനുസരണയുള്ള എന്നൊക്കെയാണ്. വഴങ്ങുന്നത്, അനുസരണയുള്ള എന്നൊക്കെയാണ് സബ്മിസീവിൻ്റെ മീനിങ്. ഒബ്സ്റ്റിനേറ്റിൻ്റെ മീനിങ് എന്താണ്? നിർബന്ധ ബുദ്ധിയായ, ദുർവാശിയുള്ള എന്നൊക്കെയാണ്. അതുപോലെ തന്നെ അഡമാൻറ്റിൻ്റെ അർത്ഥം നിർബന്ധ ബുദ്ധിയായ, ദുർവാശിയുള്ള എന്നൊക്കെ തന്നെയാണ്. അതുപോലെ തന്നെ ഹെഡ് സ്ട്രോങ്ങിൻ്റെ അർത്ഥം അത് തന്നെയാണ്, നിർബന്ധ ബുദ്ധിയായ, ദുർവാശിയുള്ള. ഫൂളിഷിൻ്റെ അർത്ഥം നിങ്ങൾക്ക് അറിയാമല്ലോ, വിഡ്ഢിയായ എന്നുള്ളൊരു മീനിങ്ങാണ് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ബൈ ദ ടൈം ദേ റീച്ച്ഡ് ദ ബസ് സ്റ്റോപ്പ് ദ ബസ് ഡാഷ്. ഇപ്പോൾ ബസ് പോയി എന്നുള്ളൊരു അർത്ഥത്തിലാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ രണ്ട് സംഭവങ്ങൾ നടക്കുന്നുണ്ട് അല്ലേ. ബൈ ദ ടൈം ദേ റീച്ച്ഡ് ദ ബസ് സ്റ്റോപ്പ് ദ ബസ് ഹാഡ് ലെഫ്റ്റ്. ബസ് പോയി എന്നുള്ളൊരു സംഭവം നടക്കുന്നുണ്ട്, അതുതന്നെ അവരവിടെ എത്തിച്ചേർന്നു എന്നുള്ളൊരു സംഭവം നടക്കുന്നുണ്ട്. അപ്പോൾ രണ്ട് സംഭവങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ രണ്ട് സംഭവങ്ങൾ നടക്കുന്ന സമയത്ത് ആദ്യം നടന്ന സംഭവം പാസ്റ്റ് പെർഫെക്റ്റിലും പറയണം, അതുപോലെ രണ്ടാമത് നടന്ന സംഭവം സിമ്പിൾ പാസ്റ്റിലും പറയണം. അപ്പോൾ ഇവിടെ ആദ്യം നടന്നത് എന്താണ്? ആദ്യം നടന്ന സംഭവം എന്ന് പറയുന്നത് ബസ് പോയതിന് ശേഷമാണ് അവർ ബസ് സ്റ്റോപ്പിൽ എത്തിച്ചേർന്നത്. അപ്പോൾ ആദ്യം നടന്ന സംഭവം ബസ് പോയതാണ്. അപ്പോൾ അത് നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റിലാണ് പറയേണ്ടത്, പാസ്റ്റ് പെർഫെക്റ്റ്ലി. അതുപോലെ രണ്ടാമത് നടന്ന സംഭവം സിമ്പിൾ പാസ്റ്റാണ്. അപ്പം അതിവിടെ തന്നിട്ടുണ്ട്, റീച്ച്ഡ് സിമ്പിൾ പാസ്റ്റിലാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ആദ്യം നടന്ന സംഭവം പാസ്റ്റ് പെർഫെക്റ്റ്ലി വേണം പറയാൻ. പാസ്റ്റ് പെർഫെക്റ്റ് ആകുമ്പം എന്താണ്? ഹാഡ് പ്ലസ് V3 വരണം. അങ്ങനെയുള്ളതിൽ ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ എ ആണ്, ഹാഡ് ആൾറെഡി ലെഫ്റ്റ്. ഓപ്ഷൻ എ ആണ് ആൻസർ. ഓക്കെ, അപ്പോൾ മനസ്സിലായല്ലോ. ഇപ്പോൾ രണ്ട് സംഭവങ്ങൾ നടന്നു എന്ന് പറയുമ്പോൾ ആദ്യം നടന്ന സംഭവത്തിനെ പാസ്റ്റ് പെർഫെക്റ്റ്ലിയും എഴുതണം, രണ്ടാമത് നടന്ന സംഭവം സിമ്പിൾ പാസ്റ്റിലും എഴുതണം. ഓക്കെ, അപ്പോൾ ആ കാര്യം ഇതേ മോഡലിൽ PSC ഇപ്പം ഇതേ മോഡലിൽ ചോദിക്കുന്നുണ്ടോ കേട്ടോ ക്വസ്റ്റ്യൻസ്, അത് ശ്രദ്ധിച്ചോളണം. അടുത്ത ക്വസ്റ്റ്യൻ, യു ഡാഷ് എ ലോട്ട് ഓഫ് ക്വസ്റ്റ്യൻസ് അറ്റ് ദ ഇൻ്റർവ്യൂ ബൈ ദ ടീച്ചേഴ്സ്. യു ഡാഷ് എ ലോട്ട് ഓഫ് ക്വസ്റ്റ്യൻസ് അറ്റ് ദ ഇൻ്റർവ്യൂ ബൈ ദ ടീച്ചേഴ്സ്. ഇവിടെ എന്താ വരുന്നത്? ഇപ്പോൾ ഈ സെൻറ്റൻസ് ശ്രദ്ധിക്കുക നിങ്ങൾ. ബൈ ദ ടീച്ചേഴ്സ് എന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് അർത്ഥം നോക്കിയാലും മനസ്സിലാവും. ബൈ ദ ടീച്ചേഴ്സ് എന്നുണ്ട്. അപ്പോൾ ഇത് എന്ത് വോയിസാണ്? പാസീവ് വോയിസ് ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി അല്ലേ. യു ഡാഷ് എ ലോട്ട് ഓഫ് ക്വസ്റ്റ്യൻസ് അറ്റ് ദ ഇൻ്റർവ്യൂ ബൈ ദ ടീച്ചേഴ്സ്, ഇതൊരു പാസീവ് വോയിസ് ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പോൾ പാസീവ് വോയിസിൽ ഈ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഏത് വരാനാണ് ചാൻസ് എന്ന് നോക്കിയേ നിങ്ങൾ. നമുക്കറിയാം പാസീവ് വോയിസിൽ നമ്മൾ വെർബിൻ്റെ V3 ഫോമാണ് യൂസ് ചെയ്യുന്നത്. അതായത് ആസ്ക്ഡ്, ഇവിടെ തന്നിരിക്കുന്നതിൽ ആസ്ക്ഡ് എന്ന് വരണം അല്ലേ. വെർബിൻ്റെ V3 ഫോം മാത്രമേ നമ്മൾ പാസീവ് വോയിസിൽ യൂസ് ചെയ്യത്തുള്ളൂ. അപ്പോൾ ഓപ്ഷൻ എ ക്യാൻസൽ ചെയ്യാം, ആസ്ക് എന്ന് മാത്രമേ ഉള്ളൂ. ഓപ്ഷൻ എ ക്യാൻസൽ ചെയ്യാം. പിന്നുള്ളത് 3 ഓപ്ഷൻസ്. ഇതിൽ ആസ്ക്ഡ് എന്ന് മാത്രം നമ്മളൊരിക്കലും യൂസ് ചെയ്യത്തില്ല പാസീവ് വോയിസിൽ. പാസീവ് വോയിസിൽ വെർബിൻ്റെ തൊട്ട് മുമ്പായിട്ട് എന്ത് വരണം? ഓക്സിലറി വെർബ് വരണം. ഇവിടെ ഓക്സിലറി വെർബ് ഓപ്ഷൻ ബിയിലില്ല, അപ്പോൾ അത് ക്യാൻസൽ ചെയ്യാം. പിന്നീടുള്ളത് ഓപ്ഷൻ സിയും ഡിയും. ഹാവ് ആസ്ക്ഡ് നമ്മൾ പറയുമോ പാസീവ് വോയിസിൽ? ഇല്ല. ഹാവിൻ്റെ കൂടെ എന്തുകൂടി വരണം? ബീനെന്ന് വരണം അല്ലേ. പാസീവ് വോയിസിൽ ഹാസ്, ഹാവ് ഇതിൻ്റെ കൂടെയൊക്കെ ബീനെന്ന് വരണം അല്ലേ. ഇവിടെ അങ്ങനെ വന്നിട്ടില്ല. ഹാവ് ആസ്ക്ഡ് എന്ന് മാത്രമേ വന്നിട്ടുള്ളൂ. ഹാവ് ബീൻ ആസ്ക്ഡ് എന്ന് പറഞ്ഞായിരുന്നു, അത് വന്നിട്ടില്ല. അടുത്ത ഓപ്ഷൻ ഡി നോക്കുക. വിൽ ബി ആസ്ക്ഡ് വരുമോ? വരും. വിൽ ബി ആസ്ക്ഡ് ആണ് ആൻസർ കേട്ടോ. വിൽ ബി ആസ്ക്ഡ്, വില്ലിൻ്റെ കൂടെ ബി വരണം. ബി V3 അല്ലേ. വിൽ ബി V3 എന്നാണ് വരുന്നത്. അപ്പോൾ നോക്കുക, തന്നിരിക്കുന്ന സെൻറ്റൻസ് ഏത് രീതിയിലുള്ളതാണെന്ന് നോക്കുക. പാസീവ് വോയിസ് നമുക്ക് മനസ്സിലായി. പാസീവ് വോയിസിൽ ആകെ വരാൻ സാധ്യത ഉള്ളത് ഓപ്ഷൻ ഡി മാത്രമേ ഉള്ളൂ. ഫസ്റ്റ് ഓപ്ഷൻ നമ്മൾ ക്യാൻസൽ ചെയ്തത് V3 വെർബ് V3 ഫോം അല്ലാത്തതുകൊണ്ട് സെക്കൻഡ് ഓപ്ഷൻ ആസ്ക്ഡ് എന്ന് മാത്രം നമ്മൾ പറയത്തില്ല. പാസീവ് വോയിസിൽ ഓക്സിലറി വെർബ് കൂടി വരണം. അടുത്ത ഓപ്ഷൻ സി ക്യാൻസൽ ചെയ്തത് ഹാവിൻ്റെ കൂടെ ബീനുണ്ടെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ ഓപ്ഷൻ ഡി വിൽ ബി ആസ്ക്ഡ് ആണ് കറക്റ്റ് ആൻസർ. വില്ലിൻ്റെ കൂടെ ബി വരണം. ബി അതുപോലെ തന്നെ V3. ഇപ്പം അറിയാമല്ലോ, ഇത് സിമ്പിൾ ഫ്യൂച്ചർ അല്ലേ. സിമ്പിൾ ഫ്യൂച്ചറിലാണ് തന്നിരിക്കുന്ന സെൻറ്റൻസ്. യു ഡാഷ് എ ലോട്ട് ഓഫ് ക്വസ്റ്റ്യൻസ് അറ്റ് ദ ഇൻ്റർവ്യൂ ബൈ ദ ടീച്ചേഴ്സ്. അപ്പോൾ സിമ്പിൾ ഫ്യൂച്ചറാണ്. അങ്ങനെയും നമുക്ക് ആൻസറിലേക്ക് എത്തിച്ചേരാം. തന്നിരിക്കുന്ന സെൻറ്റൻസ് സിമ്പിൾ ഫ്യൂച്ചർ ആണ്. അങ്ങനെ വേണമെങ്കിൽ ഡയറക്റ്റായിട്ട് നമുക്ക് ആൻസറിലേക്ക് എത്തിച്ചേരാം. ഓക്കെ, അപ്പോൾ ഇത്തരം ക്വസ്റ്റ്യൻസൊക്കെ ഓപ്ഷൻ എലിമിനേഷൻ മെത്തേഡ് ആയിരിക്കും കുറച്ചുകൂടി എളുപ്പം. അടുത്ത ചോദ്യം, ദ മാൻ ഫെഡ് ദ ഗേൾ. ദ മാൻ ഫെഡ് ദ ഗേൾ ചേഞ്ച് ഇൻ ടു പാസീവ് വോയിസ്. അപ്പോൾ തന്നിരിക്കുന്ന സെൻറ്റൻസ് ആക്റ്റീവ് വോയിസ് ആണ്, അതിനെ പാസീവ് വോയിസിലേക്ക് മാറ്റണം. അപ്പം നിങ്ങൾ ആക്റ്റീവ് വോയിസ് പാസീവ് വോയിസിൽ ശ്രദ്ധിക്കേണ്ട 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഒന്നാമത്തത്, ആ ആക്റ്റീവ് വോയിസിലെ സബ്ജക്റ്റ് പാസീവ് വോയിസിലെ ഒബ്ജക്റ്റ് ആയിട്ട് മാറും.
അത് ഒന്ന്. രണ്ട്, ടെൻസ് ചേഞ്ച് ചെയ്യത്തില്ല. ആക്റ്റീവ് വോയിസിൽ അതേ ടെൻസിൽ തന്നെയാണ് പാസീവ് വോയിസിൽ നമ്മൾ എഴുതേണ്ടത്. ഒരു സെൻറ്റൻസ് ഏത് ടെൻസിലാണോ ആക്റ്റീവ് വോയിസിൽ തന്നിരിക്കുന്നത് ആ ടെൻസിൽ തന്നെ വേണം നമ്മൾ പാസീവ് വോയിസിലോട്ട് മാറ്റുമ്പോഴും എഴുതേണ്ടത്. അതുപോലെ മൂന്നാമത്തെ പോയിൻറ്റ്, വെർബ് എപ്പോഴും പാസീവ് വോയിസിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ വെർബ് V3 ഫോം ആയിരിക്കണം. ഏത് ടെൻസിലോട്ട് മാറ്റിയാലും ശരി വെർബ് V3 ഫോം ആയിരിക്കണം. ഈ 3 കാര്യമാണ് നിങ്ങൾ ആക്റ്റീവ് വോയിസ് പാസീവ് വോയിസ് പഠിക്കുമ്പോൾ മെയിനായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യം. അപ്പോൾ നമ്മൾ പറഞ്ഞു വെർബ് V3 ഫോം ആയിരിക്കണം. പാസീവ് വോയിസിലോട്ട് മാറുമ്പോൾ വെർബ് V3 ഫോം ആയിരിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ നമുക്ക് ഏതൊക്കെ ക്യാൻസൽ ചെയ്യാം? ഓപ്ഷൻ ബി ക്യാൻസൽ ചെയ്യാം, ഡിയും ക്യാൻസൽ ചെയ്യാം. എന്തുകൊണ്ട്? ഫീഡിങ് എന്നാണ് തന്നിരിക്കുന്നത്. ഫീഡിങ് V3 ആണോ? വെർബിൻ്റെ തേർഡ് ഫോം ആണോ? അല്ല. അപ്പോൾ ഓപ്ഷൻ ബി ക്യാൻസൽ ചെയ്യാം, ഓപ്ഷൻ ഡി ക്യാൻസൽ ചെയ്യാം. അല്ലേ? ഫീഡിങ് എന്നായതുകൊണ്ട് വെർബ് V3 ഫോം അല്ല, അതുകൊണ്ടാണ് നമ്മളത് രണ്ടും ക്യാൻസൽ ചെയ്തത്. പിന്നുള്ളത് ഓപ്ഷൻ എയും സിയും. ഓപ്ഷൻ എ എന്താ പറയുന്നത്? ദ മാൻ വാസ് ഫെഡ് ബൈ ദ ഗേൾ. ഓപ്ഷൻ സി ദ ഗേൾ വാസ് ഫെഡ് ബൈ ദ മാൻ. അപ്പം നമ്മൾ പറഞ്ഞു ആക്റ്റീവ് വോയിസിലെ സബ്ജക്റ്റ് എന്തായി മാറും? പാസീവ് വോയിസിൽ ഒബ്ജക്റ്റായി മാറും. അല്ലേ? അതുപോലെ തന്നെ ആക്റ്റീവ് വോയിസിലെ ഒബ്ജക്റ്റ് പാസീവ് വോയിസിലെ സബ്ജക്റ്റ് ആയിട്ടും മാറും. ഇപ്പോൾ ആക്റ്റീവ് വോയിസിലെ തന്നിരിക്കുന്ന സെൻറ്റൻസ് ആക്റ്റീവ് വോയിസ് ആണ്. ആക്റ്റീവ് വോയിസിലെ ഒബ്ജക്റ്റ് ആരാണ്? ദ ഗേൾ ആണ് ഒബ്ജക്റ്റ്. അത് പാസീവ് വോയിസിലെ സബ്ജക്റ്റ് ആവണം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഏതായിരിക്കും ആൻസർ? ഓപ്ഷൻ സി ആണ് ആൻസർ. അല്ലേ? ആക്റ്റീവ് വോയിസിലെ ഒബ്ജക്റ്റ് ആണ് ദ ഗേൾ എന്നുള്ളത്. അത് പാസീവ് വോയിസിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ എന്താവും? സബ്ജക്റ്റ് ആവും. അല്ലേ? സബ്ജക്റ്റ്. ദ ഗേൾ വാസ് ഫെഡ് ബൈ ദ മാൻ എന്നാണ് ആൻസർ. ഓപ്ഷൻ സി ആണ് ആൻസർ. ഓക്കെ. അപ്പോൾ അതല്ലാതെ നമുക്ക് ഡയറക്റ്റായിട്ട് നോക്കാം. ദ മാൻ ഫെഡ് ബൈ ദ ഗേൾ എന്നാണ് സെൻറ്റൻസ്. അപ്പോൾ നമുക്ക് മനസ്സിലായത് പാസ്റ്റാണ്, സിമ്പിൾ പാസ്റ്റാണ്. അപ്പോൾ സിമ്പിൾ പാസ്റ്റിനെ നമ്മൾ പാസീവ് വോയിസിലോട്ടാകുമ്പോൾ എന്ത് വരും? വാസ് വരണം. അല്ലേ? വാസ് അല്ലെങ്കിൽ വേറെ വരണം. ഇവിടെ സബ്ജക്റ്റ് സിംഗുലർ ആയതുകൊണ്ട് വാസാണ് വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് രണ്ടിടത്തെ സബ്ജക്റ്റ് ഇൻ്റർചേഞ്ച് ചെയ്യണം. അല്ലേ? ആക്റ്റീവ് വോയിസിലെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് പാസീവ് വോയിസിലെ ഒബ്ജക്റ്റായി മാറും എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ഓപ്ഷൻ സി ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ദ മസ്കുലിൻ ജെൻഡർ ഓഫ് ഡോ. മസ്കുലിൻ ജെൻഡർ ഓഫ് ഡോ. ഡോൻ്റെ മസ്കുലിൻ ജെൻഡർ എന്താണ്? ബക്കാണല്ലേ? ബക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആണാട് അല്ലെങ്കിൽ ആൺമാൻ എന്നൊക്കെ അർത്ഥമുണ്ട്. ആൺമാൻ. അതുപോലെ തന്നെ ഡോയിൻ്റെ അർത്ഥം പെൺമാൻ. അതുപോലെ തന്നെ സ്റ്റാലിയൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? സ്റ്റാലിയൻ്റെ ഫെമിനിൻ ജെൻഡറാണ് മെയർ. മെയർ. സ്റ്റാലിയൻ്റെ മീനിങ് ആൺകുതിര, മെയറിൻ്റെ അർത്ഥം പെൺകുതിര. അതുപോലെ തന്നെ ഗാൻഡറിൻ്റെ ഫെമിനിൻ ജെൻഡറാണ് ഗൂസ്. ഗാൻഡർ അതിൻ്റെ മീനിങ് നമ്മൾ അരയന്നോ എന്നൊക്കെ പറയുമല്ലോ, ആൺവാത്ത്. അതിൻ്റെ ആണിനെ ഗാൻഡർ എന്നും ഫീമെയിലിനെ ഗൂസ് എന്നാണ് പറയുന്നത്. ഓക്കെ. അടുത്ത ചോദ്യം, വിച്ച് ഒൺ ആസ് ദ കറക്റ്റ് സ്പെല്ലിംഗ് ന്യൂമോണിയ. ഈ ന്യൂമോണിയ എന്ന വേർഡ് ഒരുപാട് എക്സാമുകളിൽ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഒരുപാട് എക്സാമുകളിൽ ഈ സ്പെല്ലിംഗ് കറക്ഷന് വേണ്ടിയിട്ട് അവർ ചോദിച്ചിരുന്ന ഒരു ഒരു വേർഡാണ് ന്യൂമോണിയ. അപ്പോൾ ഇവിടുത്തെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, ന്യൂമോണിയ. പി ആണ് കേട്ടോ. നമ്മൾ വായിക്കുമ്പം എന്നിലാണ് തുടങ്ങുന്നതെങ്കിലും പി ആണ് ആദ്യം എഴുതുന്നത്. PNEUMONIA, ന്യൂമോണിയ. PNEUMONIA കേട്ടോ. ശ്രദ്ധിച്ചോണം ആ വേർഡ്. അടുത്ത ക്വസ്റ്റ്യൻ, വൺ ഓഫ് ദ സോൾജിയേഴ്സ് ഡാഷ് കിൽഡ് ബൈ ദ എനിമീസ്. വൺ ഓഫ് ദ സോൾജിയേഴ്സ് ഡാഷ് കിൽഡ് ബൈ ദ എനിമീസ്. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യനിൽ വൺ ഓഫ് ഉണ്ട്. വൺ ഓഫ് വരുമ്പോൾ നമ്മളെ റൂൾ എന്താണ് പഠിച്ചിട്ടുള്ളത്? നമ്മളെ റൂള് വൺ ഓഫിൻ്റെ കൂടെ പ്ലൂറൽ നൗണും സിംഗുലർ വെർബുമാണ് യൂസ് ചെയ്യുന്നത്. അല്ലേ? വൺ ഓഫിൻ്റെ കൂടെ പ്ലൂറൽ നൗണും സിംഗുലർ വെർബുമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലായി വൺ ഓഫ് ദ സോൾജേഴ്സ്. അല്ലേ? വൺ ഓഫ് ദ സോൾജേഴ്സ്. വൺ ഓഫിന് ശേഷം പ്ലൂറൽ നൗൺ സിംഗുലർ വെർബ്. ഇപ്പോൾ പ്ലൂറൽ നൗൺ ഇവിടെ തന്നിട്ടുണ്ട്, സോൾജേഴ്സ് എന്നുള്ളത്. ഇപ്പോൾ വൺ ഓഫിന് ശേഷം പ്ലൂറൽ നൗൺ വരണം, സിംഗുലർ വെർബ് വരണം. പ്ലൂറൽ നൗൺ സോൾജേഴ്സ് തന്നിട്ടുണ്ട്, സിംഗുലർ വെർബാണ് ഇനി വരാനുള്ളത്. അപ്പോൾ തന്നെ നമുക്ക് ഓപ്ഷൻ എ ക്യാൻസൽ ചെയ്യാം, ഓപ്ഷൻ ഡി ക്യാൻസൽ ചെയ്യാം. ഇനിയുള്ളത് സിംഗുലർ വെർബായിട്ട് തന്നിട്ടുള്ളത് ബിയും സിയും മാത്രമാണ്. ഇനി ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ബൈ ദ എനിമീസ് അല്ലേ? അപ്പോൾ ഇതൊരു പാസീവ് വോയിസ് ആണെന്ന് നമുക്ക് മനസ്സിലായി. വൺ ഓഫ് ദ സോൾജേഴ്സ് ഡാഷ് കിൽഡ് ബൈ ദ എനിമീസ്. എനിമീസിനാലോ കൊല്ലപ്പെട്ടു അല്ലേ? വൺ ഓഫ് ദ സോൾജേഴ്സിൽ ഒരാൾ ശത്രുക്കളാൽ കൊല്ലപ്പെട്ടു എന്നാണ് പറയുന്നത്. അപ്പം
പാസീവ് വോയിസ് ആണ്. സെൻറ്റൻസ് പാസീവ് വോയിസ് ആണ്. പാസീവ് വോയിസ് വരുമ്പം ഇതിൽ ഹാസ് ആണോ നമ്മൾ യൂസ് ചെയ്യുന്നത്, ഈസ് ആണോ യൂസ് ചെയ്യുന്നത്? ഏതാണ് ആൻസർ? ഈസ് ആണ് കേട്ടോ. ഈസ്. ഓപ്ഷൻ സി ആണ് ആൻസർ. ഓപ്ഷൻ സി ആണ് ആൻസർ. ഓപ്ഷൻ ബി വരത്തില്ല. ഹാസിൻ്റെ കൂടെ നമ്മൾ എപ്പോഴും പാസീവ് വോയിസിൽ എന്ത് യൂസ് ചെയ്യും? ബീന് യൂസ് ചെയ്യും അല്ലേ? ഹാസ് ബീൻ എന്ന് പറയണം. അപ്പോൾ ഓപ്ഷൻ സി ആണ് ആൻസർ. ഇപ്പോൾ ശ്രദ്ധിക്കുക, വൺ ഓഫിന് ശേഷം പ്ലൂറൽ നൗൺ സിംഗുലർ വെർബ്. ഇപ്പോൾ വൺ ഓഫ് ദ സോൾജേഴ്സ്, ഇപ്പോൾ പ്ലൂറൽ നൗണ് നമുക്ക് ക്യാൻസൽ ചെയ്യാം, സിംഗുലർ വെർബാണ് നമുക്ക് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഈസ് അല്ലെങ്കിൽ ഹാസ്. നമ്മൾ സെൻറ്റൻസ് നോക്കുക, സെൻറ്റൻസ് പാസീവ് വോയിസ് ആണ്. പാസീവ് വോയിസ് ആകുമ്പം നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ സ്കിൽഡ് ആണ് അല്ലേ? ഹാസ് സ്കിൽഡ് എന്ന് പറയത്തില്ല. പാസീവ് വോയിസിൽ ഹാസ് ബീന്, ഹാസിൻ്റെ കൂടെ ബീനും കൂടെ വരണമായിരുന്നു. അപ്പം ഇവിടെ ബീൻ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഈസ് യൂസ് ചെയ്യാം കേട്ടോ. ഈ സ്കിൽഡ് എന്നാണ് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, എവരി അഡൾട്ട് ഹാസ് ദ റൈറ്റ് ടു മാരി ഡാഷ്. എവരി അഡൾട്ട് ഹാസ് ദ റൈറ്റ് ടു മാരി ഡാഷ്. എന്തായിരിക്കും ആൻസർ? ഇപ്പോൾ സെൻറ്റൻസ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് ആദ്യം നോക്കുക. അപ്പോൾ തന്നിരിക്കുന്ന സെൻറ്റൻസ് പോസിറ്റീവ് ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻ്റെ അകം എന്തായാലും നെഗറ്റീവേ വരത്തുള്ളൂ. ഓപ്ഷൻസ് തന്നിരിക്കുന്ന എല്ലാം നെഗറ്റീവാണ്. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഓക്സിലറി വെർബ് ഉണ്ടോ എന്ന് നോക്കുക. ഇവിടെ ഉണ്ട് ഓക്സിലറി വെർബ് അല്ലേ? ഹാസ് തന്നിട്ടുണ്ട്. ഹാസ് ആണ് ഓക്സിലറി വെർബ്. നമ്മൾ ക്വസ്റ്റ്യൻ ടാഗിൻ്റെ ഫോർമാറ്റ് എന്താണ്? ഹാസ് പ്ലസ് നെഗറ്റീവ് ടാഗാണ് വരേണ്ടെങ്കിൽ ഹാസ് പ്ലസ് നോട്ട് പ്ലസ് പ്രോനൗൺ അല്ലേ? ഇവിടെ പ്രോനൗൺ ദേ ആണ്. ഓപ്ഷൻസിൽ എല്ലാത്തിലും ദേയും തന്നിട്ടുണ്ട്. അപ്പോൾ നെഗറ്റീവ് ടാഗും തന്നിട്ടുണ്ട്. ഇനി അറിയേണ്ടത് ഹാസ്. അപ്പം എന്ത് വരും? ഹാസിൻ്റെ ദേ എന്ന് വേണം ആണ്. പലരും ആൻസർ ഹാസിൻ്റെ ദേ എന്ന് എഴുതും. ഓപ്ഷൻ എ എന്നും പറഞ്ഞിട്ട് ഹാസിൻ്റെ ദേ എഴുതും. കാരണം ഇവിടെ ഹാസ് തന്നിട്ടുണ്ട് അല്ലേ? ഓക്സിലറി വെർബായിട്ട് ഹാസ് തന്നിട്ടുണ്ട്. അതിൻ്റെ കൂടെ നോട്ട് ചേർത്ത് പ്രോനൗൺ ദേ എന്നും കൂടി ചേർത്ത് ഹാസിൻ്റെ ദേ എന്ന് ആൻസർ എഴുതും. എന്നാൽ ഹാസിൻ്റെ ദേ എന്ന് പറയുന്ന ആ ആൻസർ തെറ്റാണ്. ഹാവിൻ്റെ ദേ എന്നാണ് കറക്റ്റ് ആൻസർ. എന്തുകൊണ്ടാണ്? കാരണം നമ്മൾ ഹാസിൻ്റെ ദേ, അതുപോലെ തന്നെ ഡസിൻ്റെ ദേ, അതുപോലെ വാസിൻ്റെ ദേ, വാസ് ദേ അങ്ങനെയൊന്നും പറയത്തില്ല. എന്തുകൊണ്ടാണ്? ദേ എന്ന് വെച്ചാൽ പ്ലൂറലാണ്. പ്ലൂറലിൻ്റെ കൂടെ നമ്മൾ സിംഗുലർ യൂസ് ചെയ്യും. ഹാസ് എന്ന് പറഞ്ഞാൽ സിംഗുലറാണ്. ദേ എന്ന് വെച്ചാൽ പ്ലൂറലാണ്. അപ്പം നമുക്ക് ദേയിൻ്റെ കൂടെ ഹാസ് ചേർക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ ഹാസിന് പകരം ഹാവ് ചേർത്ത് എഴുതണം കേട്ടോ. ഹാവിൻ്റെ ദേ ആണ് ആൻസർ. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. ഈ ദേൻ്റെ ഒപ്പം, ദേ എന്ന് വെച്ചാൽ പ്ലൂറലാണ്, അതിൻ്റെ ഒപ്പം ഹാസ്, ഡസ്, അതുപോലെ തന്നെ വാസ്, ഈസ് ഇതൊന്നും യൂസ് ചെയ്യത്തില്ല. കാരണം ഇതെല്ലാം സിംഗുലറാണ്. അപ്പോൾ ദേൻ്റെ കൂടെ ഈ പറഞ്ഞ ഹാസ്, ഡസ്, ഈസ്, വാസ് ഒന്നും യൂസ് ചെയ്യത്തില്ല. ഓക്കെ, ആ കാര്യം ശ്രദ്ധിക്കണം. അപ്പം നമ്മൾ ചാടിക്കയറി ഈ ക്വസ്റ്റ്യനിൽ ഹാസ് ഓക്സിലറി വെർബ് ഹാസ് ആണെന്ന് പറഞ്ഞിട്ട് ഹാസിൻ്റെ ദേ ചാടിക്കയറി എഴുതും. അപ്പോൾ എഴുതുന്നതിന് മുമ്പ് ഈ കാര്യം ശ്രദ്ധിക്കുക. പ്രോനൗണ് ദേ ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ ദേ പ്ലൂറലാണ്. പ്ലൂറലിൻ്റെ കൂടെ സിംഗുലർ ആയിട്ടുള്ള ഹാസും ഡസും വാസ് ഈസൊന്നും വരത്തില്ല. അപ്പോൾ ആ കാര്യം ശ്രദ്ധിക്കണം. അപ്പോൾ ഹാസ് വന്നു കഴിഞ്ഞാൽ ഹാവ് എഴുതണം കേട്ടോ. ദേ ആണ് പ്രോനൗൺ എന്നുണ്ടെങ്കിൽ ഹാസ് വന്നു കഴിഞ്ഞാൽ ഹാവ് എഴുതണം. അതുപോലെ തന്നെ വാസ് ആണ് പറഞ്ഞതെന്നുണ്ടെങ്കിൽ വേറെ എഴുതണം. ഈസ് ആണെങ്കിൽ ആർ എഴുതണം കേട്ടോ. അപ്പോൾ ഡസ്സൊക്കെ ആണെങ്കിൽ ഡു ആണ് എഴുതേണ്ടത്. അപ്പോൾ ഇവിടുത്തെ ഈ കാര്യം നിങ്ങളൊന്ന് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും ക്വസ്റ്റ്യൻസ് നോക്കുന്നുള്ളൂ. വീഡിയോ പ്രയോജനപ്പെടുമെന്ന് തോന്നിയാൽ ചാനലൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കണ്ടിന്യൂഷൻ വീഡിയോ വരുന്ന ക്ലാസ്സിലും ഉണ്ടായിരിക്കും. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ഗുഡ് ബൈ.